മഴയ്ക്ക് ഒരു ശമനവുമില്ല കേട്ടോ, നല്ല അടിപൊളി മഴകളാണ്. ഇനിയിപ്പോൾ എന്ന് തീരുമോ ഒരു പിടുത്തവും ഇല്ലല്ലോ. ആ മഴ തുടങ്ങിയതേ ഉള്ളൂ. ഇപ്പൊ ജൂൺ 15 ആകുമ്പോൾ വരണ്ട, അല്ല ജൂൺ ആദ്യം വരേണ്ട മഴ എന്തിനാ ഇപ്പൊ ഈ നേരത്തെ വന്നേ? അതെന്നാ ഉച്ചക്കത്തെ കാണും. പ്രകൃതിയുടെ ഒരു വിനോദമാ മഴ വന്നത്. ഇത് ഉച്ചക്കത്തേന് ഞാൻ പാവയ്ക്കാത്തോരം വെച്ചതാ. പാവയ്ക്കാത്തോരം വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാം കിട്ടും, ഇല്ലെങ്കിൽ പാവയ്ക്കാത്തോരം മാത്രം ഉണ്ടാക്കാൻ പറയാം. മാഡം എന്നാ മാഡം ഒരു മടി പിടിച്ചിരിക്കുന്നേ? എല്ലാം വഴുതനയുടെ ഐറ്റോ? കത്രി, ഇത് വഴുത. ഇത് വെച്ച് തോരനുണ്ടാക്കാനാണോ? ഇത് വെച്ച് തീയൽ വെക്കാൻ പോവാം. എന്നാ നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഇതിങ്ങനെ അരിഞ്ഞിട്ട് ബ്രിഞ്ചിൽ ബ്രിഞ്ചിൽ ഫ്രൈ ഇല്ലേ, അതുണ്ടാക്കി നോക്കായിരുന്നു. ഏത് വേണം? ഇന്ന് നമുക്ക് തീയൽ വെക്കാം. നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന വഴുതനക്കായ ഉണ്ടാവും, അപ്പൊ നമുക്ക് ഫ്രൈ ഉണ്ടാക്കാം. അത് ഉടനെ ഒന്നും ഉണ്ടാക്കും. എങ്ങനെ ഉണ്ടാക്കണ്ടേ പറഞ്ഞുതരൂ. ആദ്യം അതിനുള്ള തേങ്ങ ആദ്യം വറുത്തരയ്ക്കാം. അത് വേണ്ട, ആദ്യം ഇത് അരിയാം. തേങ്ങ വറുത്തരച്ച് വെച്ചിട്ട് പോരെ, ഇത് കറണ്ട് പോയാലേ അരയ്ക്കാം. എന്നാ തേങ്ങ അരച്ച് തേങ്ങ ചിരണ്ടി എന്നോട് വറുക്കാവൂ. തലവേദനയുണ്ട്, ഇത് മൂടില്ല. എടാ നീ രാവിലെ പോലെ ഒരു പരിപാടിയും ചെയ്യാതെ ചുമ്മാ അലമ്പായിട്ട് നടക്കുക. നീ നേരെ പോയിട്ട് ആ തുണിയെല്ലാം എടുത്ത് ആ വാഷിംഗ് മെഷീനകത്ത് ഇട്ടിട്ട് എല്ലാം നലക്കി റെഡിയാക്കിയിട്ട്. ആ മഴ ആയതുകൊണ്ടാണ് പറഞ്ഞത്, മേളിലിടാൻ സ്ഥലമുണ്ട്. നീ പോയിട്ട് ഡ്രസ്സ് കംപ്ലീറ്റ് സെറ്റ് ചെയ്യും. ആ അത് കൊള്ളാമല്ലോ. ചട്ടി കൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തേക്കാം. ആ അപ്പം നീയാണോ ഇന്ന് മൊത്തം ഏറ്റെടുത്തോ? അത് മതി. പിന്നെ ഇനി തേങ്ങ പോലെ ഇടണം അല്ലേ? ചൂടാകട്ടെ. ചൂടായതാ. വെളുത്തുള്ളി ഇങ്ങനത്തെ കീറില്ല, 2 വെളുത്തുള്ളി കഷ്ണങ്ങൾ. അച്ചമ്മച്ചിയാണോ കുഞ്ഞിയെ പാചകം പഠിപ്പിക്കുകയാണോ? കുഞ്ഞി ഇതെല്ലാം പഠിക്കണമല്ലോ. അതായാലും അപ്പോൾ ഈ ചെറുക്കൻ്റെ കൈ കൊണ്ട് വേണമായിരിക്കും ഇനിയും വിളമ്പി ജീവിക്കാൻ. പിന്നെ ഞാൻ ഒരാളെയെങ്കിലും പാചകം പഠിപ്പിച്ചേച്ച് പോയില്ലേ? ആ അത് ശരിയാ, അത് നഷ്ടമാണ്. ഇത് ചെറു തീയിലാണോ ഇങ്ങനെ ഇളക്കി എടുക്കുന്നത്? തീയലിനുള്ള തേങ്ങ വറുത്തിങ്ങനെ? തേങ്ങ വറുക്കുന്ന ആദ്യം ചെറുതീയിലിട്ട് വറുത്തോണ്ടിരിക്കുമ്പോഴതിൻ്റെ എണ്ണ എന്നായി വരും. അത് കഴിയുമ്പോൾ ഇച്ചിരി വേണം തീ കൂട്ടിയിടാം. ആദ്യമേ തീ കൂട്ടിയിട്ടാൽ തേങ്ങ കരിഞ്ഞു പോകുള്ളൂ. അതെല്ലാം കൂടെ കൂട്ടിട്ട് ഇനി അടി തീർത്തണം. മടി പിടിച്ച ആളുകളൊക്കെ അയിലയിലും പൊങ്ങി പൊങ്ങി വരുന്നുണ്ടല്ലോ. ആണോ? ഞാൻ അങ്ങോട്ട് കൊടുക്കുക, തണുപ്പാന്ന് പറഞ്ഞു വന്ന് നിൽക്കുക. ഇളക്കിക്കോളും. ഇതെന്നാ കുഞ്ഞി? കഞ്ഞിവെള്ളം. നല്ല ചൂട് കഞ്ഞിവെള്ളം. ഉപ്പിട്ടോ? വേണോ? ആ കുറച്ച് കുടിക്കാം. നല്ല എനർജി സാധനം. ഇനി ഉണ്ടാവുമേ? ഇനി കഞ്ഞി വാർക്കുമ്പോൾ തരാം. തീയലുണ്ടാക്കുക എന്ന് പറയുമ്പം എളുപ്പമുള്ള പരിപാടിയാന്ന് ഓർക്കും അല്ലേ? തേങ്ങ വറക്കുന്ന പാടല്ലേ? തീയലുണ്ടാക്കുന്നത് പച്ചത്തേങ്ങ അരച്ച് വെക്കുന്ന പോലെ അല്ലല്ലോ. തേങ്ങ ചിരണ്ടണം, വറക്കണം. നീ വറുത്തെടുക്കാൻ കഴിഞ്ഞു പോകാതെ വറുത്തെടുക്കണം, ഇച്ചിരി സമയമെടുക്കും. ഇച്ചിരി സമയം എടുക്കും. തീ കുറച്ചിട്ട് ആദ്യം വറക്കണം, പിന്നെ ഇച്ചിരി തീ കൂട്ടാം. ഇത് എല്ലാം ഒരുപോലെ വരണമെങ്കിൽ നല്ലപോലെ ഇളക്കിയിട്ട് നല്ലപോലെ തിരിച്ചിട്ട് മറിച്ചും തിരിച്ചു. ഇപ്പോൾ ഏതാണ്ട് റെഡിയായോ? ബ്രൗൺ കളർ ആയല്ലോ. ആ ലേശം കൂടി ആകണം. തേങ്ങ 1 സ്പൂൺ മുളക് പൊടി ഇടാം. മതിയായിരിക്കും. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി മതി. കുഞ്ഞേ, അച്ചമ്മച്ചി അരിയുന്നതൊക്കെ നോക്കി കണ്ട് പഠിച്ചോണം കേട്ടോ. കേടില്ല, കുറച്ചേ ഉള്ളൂ. കത്തിരിക്കയൊക്കെ എങ്ങനെയാ ശകലം കേടുള്ള ഭാഗം നമ്മൾ മാറ്റി പോകും. വഴുതനങ്ങ അരിയാൻ നല്ല രസമല്ലേ? എനിക്ക് ഇഷ്ടമാണ്.
ഞാൻ അരിഞ്ഞോളാം. വഴുതനങ്ങ തോരൻ അരിയാനും നല്ല രസമാണ്. നല്ല രസമുണ്ട് അരിയാൻ. അരിയാൻ കൊള്ളാമല്ലേ? എനിക്ക് എരിയാനാണ്. ഇത്ര നേരം ഈ പീസ് പോരെ? അങ്ങനെ അത്രയും വേണ്ട, ചെറുതാക്കി ഇത്രയും ഇത്രയും വെച്ചോ. ഇത്ര വലിയൊന്നും വേണ്ടായിരിക്കും, അത് നമ്മുടെ ചെറുതാക്കണമായിരിക്കും. വേണ്ട, അത്രയും കുഴപ്പമില്ല. തീയലിനാകുമ്പോൾ വലുപ്പത്തില്ല. ഇതൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് അരിയുന്ന സാധനങ്ങളല്ലേ. തോന്നുന്ന പോലെയൊക്കെ ഇങ്ങനെ കീറിയെടുക്കും. നീളത്തിൽ തന്നെ കീറിയാൽ നീളത്തിൽ തന്നെ കീറും. ഒരെണ്ണം കൈ പിടിച്ച് കീറടാ, അപ്പൊ എളുപ്പമില്ലേ? അങ്ങനെ പഠിച്ചു അമ്മക്കണ്ട ഇങ്ങനെ വലിച്ചാ മതി. അതുകൊണ്ട് കുഞ്ഞി തീരാറായോ? പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു? പിന്നെ ഞാൻ ഇപ്പൊ പ്രൊഫഷണലായി. ആണോ? അയ്യോ, അടുത്ത പരിപാടി നിന്റെ വകയാണോ? പിന്നല്ല, എല്ലാം പുറത്തേ പോകത്തുള്ളന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മേശപ്പുറത്തോട്ടല്ലേ, വേറെ അടുത്തുമല്ലോ. ചൂട് കഞ്ഞിവെള്ളം ആരാ മുമ്പേ കുടിച്ച? കുഞ്ഞാണോ കുടിച്ചത്? എല്ലാരും കുടിച്ചു. കുടിച്ചായിരുന്നോ? അതുകൂടെ കുടിച്ചു. ഒരു ഗ്ലാസും കൂടെ എടുത്തോ. കഞ്ഞി മാറത്തപ്പോഴേ ഇതിന് പേരെന്നാ പറയുന്നറിയോ? റൈസ് സൂപ്പ്. ഇംഗ്ലീഷിൽ കേൾക്കാൻ ഇതൊക്കെ ഉണ്ട്. ഇന്നാണ് കഞ്ഞിവെള്ളം ആരും സാധാരണ കുടിക്കില്ലാത്ത. പണ്ടൊക്കെ കഞ്ഞി വാർത്ത കഞ്ഞിവെള്ളം എനർജി നല്ല കലത്തിൽ ഒഴിച്ച് മൂടി അടച്ചു വെക്കും. ദാഹിക്കുമ്പോ പച്ചവെള്ളം. എന്നിട്ട് പണിയൊക്കെ കഴിഞ്ഞ് അച്ഛനോ ഒക്കെ പണിയൊക്കെ കഴിഞ്ഞ് പറമ്പിൽ നിന്ന് കയറി വരുമ്പോഴേ അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കും കഞ്ഞിവെള്ളം ഉപ്പിട്ട്. നേരത്തെ നിങ്ങൾ ഈയിടെ പറഞ്ഞത് എല്ലാ ദിവസവും ഇത്ര ഒരു കല നിറച്ച് കാപ്പി കുടിക്കുമെന്നല്ലായിരുന്നു. അല്ല, പണിയാനിറങ്ങും. കേൾക്കുമ്പോ ഇത് അത് ഇന്നത്തെ കണക്ക് വെളുപ്പേ ഒന്നും കഞ്ഞി ഇടുകയല്ല. അന്ന് രാവിലത്തെ കാപ്പി എല്ലാം കഴിഞ്ഞാണ് കഞ്ഞി എടുപ്പായിടുന്നത്, ഉച്ചക്കത്തേന് നോക്കുന്നത്. അപ്പൊ ആ കഞ്ഞി വെന്ത് വാർത്ത അന്നേരം കഞ്ഞിവെള്ളം കൊണ്ട് പറമ്പിൽ പണിയുന്നവർക്ക് കൊടുക്കും, വീട്ടിൽ ഇരിക്കുന്നവർക്ക് വേണേൽ കൊടുക്കും. അപ്പൊ രാവിലെ എന്നാ കഴിക്കേ? എടാ തങ്കമ്മച്ചി ഇപ്പോഴും എങ്ങനെയാണെന്നറിയാമോ? ഇത്രയും പ്രായമായെങ്കിലും കഞ്ഞി വാർത്ത അന്നേരം പറയും. ഒരു കലത്തിലിട്ട് കഴിച്ചു വെച്ച് അതങ്ങോട്ട് അടച്ച് ചൂടോടെ അടച്ചു പോയി. ഞാനിങ്ങനെ ചെന്നപ്പോ ചോദിച്ചു എന്തിനാന്ന്. അന്നേരം പറയും അതെ വഴിയെ വരുന്നവരൊക്കെ കഞ്ഞിവെള്ളം ചോദിക്കുന്നു. ചിലരൊക്കെ ചോദിക്കും ഇച്ചിരി കഞ്ഞിവെള്ളം തരാമോ എന്ന്. അമ്മച്ചി കഞ്ഞിവെള്ളം കുന്ന് കയറി താഴെ മെയിൻ റോഡിൽ നിന്ന് കുന്ന് കയറി മണ്ടേ വരുമ്പോ ദാഹിക്കും. ചെല്ല് വെള്ളം ചോദിക്കും. ചെല്ല് പ്രായമുള്ളവരാണെ കഞ്ഞിവെള്ളം ഇരിപ്പണ്ടേ തരാൻ പറയും. അതുകൊണ്ട് ഇപ്പോഴും അമ്മച്ചി കഞ്ഞി വാർത്ത കഞ്ഞിവെള്ളം കളയുക. അതെ, കുഞ്ഞിയുടെ ഇഷ്ടാനുസരണത്തിനുള്ള വഴുതനങ്ങ ഇത് അരിഞ്ഞിങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ വഴുതനങ്ങയുള്ള അരപ്പ് റെഡിയാക്കിക്കോ എന്നാ. എന്നാ അരച്ചു. ഇത് എണ്ണയ്ക്കകത്തോട്ട് അടുപ്പാലോട്ടില്ല. നമ്മുടെ വറുത്ത തേങ്ങയെ വെള്ളം ഒട്ടും ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുക. അരച്ചെടുത്തിട്ടുണ്ട്, വെള്ളം ഒട്ടും ഒഴിച്ചില്ലേ. ഈ വറുത്ത തേങ്ങയ്ക്ക് വെള്ളം ഒഴിച്ചരയ്ക്കുമ്പോൾ വേറൊരു കളർ മാറിപ്പോ. ഇതിപ്പോ നല്ല കളറാണ്. വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലേ ഇങ്ങനെ കിട്ടുള്ളൂ. കളർ മാറുന്നത് തന്നെയല്ല, ഈ കറി ചേർത്ത് കഴിയുമ്പോ എണ്ണ തെളിഞ്ഞ് കാണണമെങ്കിൽ വെള്ളം ചേർക്കാതെ അരയ്ക്കണം. ടേസ്റ്റും മാറിപ്പോ. ഉള്ളിയും കൂടെ കീറി ഇടണം തീയലിന് വഴുതനങ്ങ ഇരിക്കുമ്പോൾ, എന്നാലേ അതിന്റെ ടേസ്റ്റ് ആകത്തുള്ളൂ അല്ലേ. പോയോ? എണ്ണ ഒഴിച്ചു ചക്ക ഇതെല്ലാം വെറുതെ ഇങ്ങനെ തിന്ന് തീർക്ക് അടുത്തത് പറക്കാവില്ല. ചക്കയല്ലേ ഇഷ്ടം പോലെ വറക്കുന്നു. ചക്ക പറിക്കാൻ പോയായിരുന്നു, പക്ഷെ മഴ ഏലത്തിനകത്തൂടെ പോകുമ്പോ അപ്പടി തന്നെ മാങ്ങയാണ് ഇഷ്ടം പോലെ വീഴുന്നുണ്ടെന്ന് ഒറ്റ ചക്ക പോലും വീഴുന്നുണ്ട്. അതെ, ഈ കാറ്റെല്ലാം അടിച്ചിട്ട് ചക്ക വീഴുന്നുണ്ടെന്നുണ്ടോ? എണ്ണ ചൂടായെന്ന് തോന്നുന്നു കേട്ടോ. എണ്ണ ചൂടായി വരുന്നു. കടുകിട്ട് നോക്കാം. ഉള്ളിയും ഉള്ളിയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഉള്ളതായിരിക്കും. വെള്ളമില്ലാതെ വാരിയില്ല. ഈ വാരി വെക്കടാ. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൊടുക്കാം.
വെള്ളമൊന്നും ഒഴിക്കണ്ട. ഉപ്പിട്ട് നല്ലവരെ ഇളക്കിയിരുന്ന് തട്ടിപ്പൊട്ടി ഇങ്ങനെ വെച്ചിട്ട് മൂടി വെച്ചാൽ മതി. അതിൻ്റെ വെള്ളം ഇറങ്ങിപ്പോഴും 5 മിനിറ്റ് മൂടി ഇരിക്കട്ടെ. എന്നാ ചുമച്ചി ഇപ്പം നമ്മുടെ വഴുതനങ്ങ എന്നാ തുറന്നു നോക്കട്ടെ. സെറ്റായിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ എന്ത് നല്ല സൂപ്പാണ്. നമുക്ക് ഇതിനകത്തോട്ട് ഇതിനാവശ്യത്തിനുള്ള പുളി എടുത്ത് കൊടുക്കാം. പുളി വിരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊഴിക്കാം, വേണമെങ്കിൽ ഇനി ഒഴിച്ചാൽ മതി. പുളിയൊക്കെ പിടിച്ച് ഇപ്പം നമുക്ക് ഇതിനകത്തോട്ടേ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചു വറുത്തരച്ച തേങ്ങ ഒഴിച്ചു. ബാക്കി ഇച്ചിരി തിളപ്പിച്ച വെള്ളം കൂടെ ചേർക്കണം. നല്ല ചാറ് വരും. ഇതൊക്കെ എന്നാ ഉണ്ടെന്ന് പറഞ്ഞാലുവേ എനിക്ക് ഓംലേറ്റ് ഉണ്ടാക്കി തന്നോണം ഉച്ചയ്ക്ക് കഴിക്കാൻ നേരം. വഴുതനങ്ങ തീയലും പാവയ്ക്ക തോരനും ഓംലേറ്റും ചോറും ഓംലേറ്റും കൂടെ അടിച്ച് ചോറ്. ഓംലേറ്റ് അല്ല, പെംപ്ലേറ്റ് അതില്ല. നമ്മുടെ തീയലെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. രണ്ടുപേരുന്ന നോക്കിയിരുന്നിട്ട് ഒരു രക്ഷയില്ലല്ലോ ഇനി. നമുക്ക് വെട്ടമുള്ളോട്ട് നിന്ന് ചോറണം. കറണ്ട് പോയതുകൊണ്ട് വീഡിയോ എടുക്കാൻ വീടിൻ്റെ അകത്ത് വെട്ടമില്ല. മുട്ടയും കറിയും കൂടെ ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കൊള്ളത്തില്ലേ? അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.